ഇന്നെനിക്ക് സന്തോഷം കുറച്ച് കൂടുതലുള്ള ദിവസമാണ്. കാരണം എൻ്റെ ഉമ്മ ഇന്ന് വരുന്നുണ്ട് കേട്ടോ. എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ തിരിച്ചു വരുന്ന വീഡിയോയിൽ എല്ലാവരും എന്നെ ചീത്ത വിളിയായിരുന്നു. നിനക്ക് കുറച്ച് ദിവസം കൂടെ ഉമ്മാൻ്റെ കൂടെ നിന്നുകൂടെ, പാവമല്ലേ, അതവിടെ ഒറ്റക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചധികം ദിവസം ഞാൻ അവിടെ നിന്നിട്ടാട്ടെ ഇങ്ങോട്ട് തിരിച്ചു വന്നത്. നിന്ന് അത്രയും ദിവസം ഞാൻ വീഡിയോ എടുത്തില്ലെന്നേ ഉള്ളൂ. പിന്നെ എനിക്ക് അവിടെ കുറേ ദിവസം നിൽക്കാനും പറ്റത്തില്ല. ഇവിടെ വന്നിട്ട് കുറേ കാര്യങ്ങൾ പെൻഡിങ്ങിൽ കിടക്കുന്നത് തീർക്കാനുണ്ടായിരുന്നു. പ്രൊമോഷൻ ബേസിൽ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ. അതുകൊണ്ടാണ് കുറച്ച് ദിവസം നിന്നിട്ട് ഞാനിങ്ങോട്ട് വന്നത്. അപ്പോൾ ഷിനാജിനെ രാവിലെ ഇറച്ചി വാങ്ങാൻ പറഞ്ഞു വിട്ടിട്ട് ഞാൻ വേഗം അടിച്ചുകാരി തുടച്ചപ്പോഴത്തേക്കും ഷിനാജ് ഇത് ഇറച്ചി വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇനി അത് കറി വെക്കാനുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞെടുക്കണം. ചിക്കനും പോട്ടിയുമാണ് കേട്ടോ ഷിനാജ് വാങ്ങിച്ചുകൊണ്ട് വന്ന്. അപ്പം നെയ്ച്ചോറ് വെക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. അപ്പം നെയ്ച്ചോറിനും കറിക്കും പോട്ടിക്കും ഉള്ളതൊക്കെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് വേഗം തന്നെ ഉമ്മ അടുപ്പ് കൂട്ടി തന്ന്. അപ്പോഴത്തേക്കും ഞാൻ ചിക്കൻ കറി വെക്കാനുള്ള ഉള്ളിയൊക്കെ വാട്ടിയെടുക്കുവാണ്. ആ സമയം കൊണ്ട് ഉമ്മ ബോട്ടിയുടെ പരിപാടികളൊക്കെ നോക്കുന്നുണ്ട്. ബോട്ടി വെക്കാൻ ഞാനത് കഴിക്കാത്തതുകൊണ്ട് ഞാനത് വെക്കാനും അതിൻ്റെ ഭാഗത്തേക്ക് നോക്കാനും നിൽക്കാറില്ല കേട്ടോ. എനിക്കെന്തോ അതിൻ്റെ സ്മെല്ല് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ വന്നതിന് ശേഷം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് കേട്ടോ, നമ്മൾ ഗ്യാസിൽ എന്ത് വെക്കുന്നതിനെക്കാട്ടി ടേസ്റ്റാണ് അടുപ്പിൽ വെക്കുമ്പോഴത്തേക്കും. ഞാനും അടുപ്പും കൂടെ അങ്ങനെ ചേരാറില്ല, എന്നാലും ഇതേപോലെ സന്ദർഭങ്ങളിൽ ഇടയ്ക്കൊക്കെ ഞാൻ അടുപ്പത്ത് ഇങ്ങനെ കറിയൊക്കെ വെക്കാറുണ്ട്. കറി ആയപ്പോഴത്തേക്കും രാവിലത്തെ 2 അപ്പം ഉണ്ടായിരുന്നു. അതെടുത്ത് ഞാൻ ആ ചൂട് ചിക്കൻ കറിയായിട്ട് കഴിച്ച്. പിന്നെ സലാഡിനുള്ള സബോള അരിഞ്ഞെടുക്കണമായിരുന്നു. ഈ ഒരു ചോപ്പർ ഞാനിപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. ഭയങ്കര യൂസ്ഫുള്ളാണ്. എന്നെപ്പോലെ സബോള കുനുകുനാന്ന് അരിഞ്ഞിരിക്കാൻ മടിയുള്ളവർക്ക് പറ്റിയ സാധനമാണ്. എന്തായാലും ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്ക്. അധികം റേറ്റ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതേ ഉമ്മ ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഷിനാജ് എന്തോ വാങ്ങാൻ കടയിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കും നല്ല മോരും വെള്ളം വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. ഞാനാണെങ്കിൽ ഈ മോരും വെള്ളത്തിന് അഡിക്റ്റാണ്. അങ്ങനെ അത് കുടിച്ച് ബോട്ടിയൊക്കെ മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ട് വേവിച്ചിട്ട് അടുപ്പത്ത് ഉമ്മാതെ വരട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചൂടടുപ്പത്തിട്ട് അങ്ങനെ വരണ്ട് വരും കേട്ടോ. അപ്പോഴത്തേക്ക് എൻ്റെ മമ്മി ലാൻഡ് ചെയ്ത് കുറച്ച് നാരങ്ങ വെള്ളമൊക്കെ ഞാൻ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൊടുത്തിട്ട് ഞാൻ പിന്നെ ക്യാമറയുടെ മുമ്പിൽ വലിച്ചു കൊണ്ട് നിർത്തി. എന്നിട്ട് പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നു കേട്ടോ. ഉമ്മ പോയി ഫ്രഷ് ആയിട്ട് വന്ന് എന്നിട്ട് ഒരുമിച്ചിരുന്നിട്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. ആൾ ഒരുപാട് ദിവസമൊന്നും ഇവിടെ ഉണ്ടാകത്തില്ല കേട്ടോ. 2 ദിവസം നിന്നിട്ട് തിരിച്ച് റിട്ടേൺ പോകും. കാരണം എൻ്റെ അനിയൻ ഒന്നൊരുത്തനെ ഇവിടെ ഉള്ളത് കൊണ്ട് ഉമ്മാക്ക് അവനിട്ട് വന്നാൽ ഭയങ്കര ടെൻഷനാണ്. അപ്പോൾ അതേ നമ്മളെല്ലാവരും ഉള്ള സൗകര്യത്തിലിരുന്നാണ് ഫുഡ് കഴിക്കുന്നത്. ടേബിൾ ഞങ്ങൾ അകത്തുനിന്ന് പുറത്തോട്ട് എടുത്തിട്ട് കേട്ടോ. എന്നിട്ട് ഇവിടെ ഇരുന്നിട്ടാണ് ഇപ്പം ഫുഡ് കഴിക്കുന്നത്, രാവിലെ ഉച്ചക്കും രാത്രിയൊക്കെ. എന്നിട്ട് പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ മേമാടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വന്നാൽ ഞാനിങ്ങനെ മേമാടെ അങ്ങോട്ട് കൊണ്ടുപോകാറുണ്ട്. അവിടെ ചെന്നപ്പോഴത്തേക്കും മേമ കുടുംബശ്രീക്ക് പോയിരിക്കുമായിരുന്നു. അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മേമ വന്ന് എന്തൊക്കെയോ അവിടെ ഉണ്ടാക്കി കുറച്ച് സാധനങ്ങളും ചായയൊക്കെ തന്ന്. പിന്നെ രാത്രി ആയപ്പോഴത്തേക്കും ഞങ്ങൾ വെറുതെ മണ്ണാർക്കാട് പോകാൻ പൈസ മണി കൊടുത്തോണ്ട് മണിക്കൊരു ഉഷാറില്ല. മിക്കവാറും രാത്രികളിൽ ഞങ്ങൾ മണ്ണാർക്കാട് വെറുതെ പോകാറുണ്ട്. പോയാലും മണീനെ ഫവാസിനെ നമ്മൾ വിളിക്കും. അങ്ങനെ കസർ ലെവൻ ഇപ്പോൾ ഓപ്പൺ ആക്കിയില്ല. അവിടെ കയറിയത് അത്യാവശ്യം നല്ല മധുരം ഉള്ളത് കൊണ്ട് തന്നെ 4 പേരൊക്കെ കഴിച്ച പെട്ടെന്ന് തീരും കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ഞാൻ വന്നപ്പോൾ ചിലവരൊക്കെ പറഞ്ഞു തിന്നൂല തീരൂല എന്നൊക്കെ. 2 സെക്കൻഡ് കൊണ്ടാണ് പാത്രം കാലിയത്. തിന്ന മത്തടിച്ചിരിക്കുന്നത് കഴിക്കാറില്ല. അതുകൊണ്ട് ഒരു 10-20 സ്പൂൺ തിന്ന്. ഇവിടെ ഒരാളുണ്ട്, ഇവനാണ് തിന്നത്തില്ലെന്നാണ്. എന്നിട്ട് അവനാണ് ഏറ്റവും കൂടുതൽ